അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണും പോലെ ഓപ്പണായിട്ടുള്ള ലൈൻ പിടുത്തമാണ്. അപ്പോൾ ഈ സൈഡിലെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലുള്ളത് നമ്മൾ ഈ കാണും പോലെ പുറം പണി, അതേപോലെ നമ്മൾ തറയിലത്തെ വർക്കാണ് ഉള്ളത്. ഇത് നമുക്ക് വരുമ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ നമ്മൾ ഡ്രെയിനേജ് ലൈൻ, വേസ്റ്റ് ലൈനാണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഡ്രെയിനേജ് ലൈനിൽ നമ്മൾ എയർ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാണും പോലെ 45 ഇട്ട് തിരിച്ചിട്ടാണ് ആ എയർ ലൈൻ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന മോൾ ഭാഗമാണെങ്കിൽ നമ്മൾ സ്റ്റെയറാണ്. അതുപോലെ 2 ഇഞ്ചിന് നമ്മൾ എയർ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് നമ്മൾ അകത്ത് മൾട്ടി ട്രാപ്പൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ 4 ഇഞ്ചിന് 2 ഇഞ്ചിന് നമ്മൾ ഒരേപോലെ നമ്മൾ എയർ വിരിക്കും. ആ ഓക്കെ ഇന്ന് ഈ സൈഡിലാണെങ്കിൽ നമുക്കൊരു പണി കിട്ടി. രാവിലെ തന്നെ നമ്മൾ ടൈറ്റർ മെഷീൻ കംപ്ലൈൻ്റ് ആയി. അതുപോലെ ഇന്ന് നമ്മൾ ഈ സ്ക്രൂ എല്ലാം വയ്ക്കുന്നത് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ടാണ് വയ്ക്കുന്നത്. ടൈറ്ററാണെങ്കിൽ പണി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ ലൈൻ നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഇപ്പോൾ ബാത്റൂമിനകത്തെല്ലാം ചെയ്തത് നമ്മൾ CPVC പൈപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 എൽബോ ഇട്ട് ചെയ്തതിന് ശേഷം CPVC PVC തമ്മിൽ നമ്മൾ പൈപ്പ് നമ്മൾ ചൂടാക്കിയാണ് നമ്മൾ കയറ്റുന്നത്. കയറ്റിയതിന് ശേഷം താഴെ ഒരു വാൽവൊക്കെ ഇടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ CPVC PVC തമ്മിലുള്ള കണക്ടർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ PVCയിലാണ് ചൂടാക്കി ഇടുന്നത്. ഇതാകുമ്പോൾ ഒരു 2-2.5 ഇഞ്ച് വരെ നമുക്ക് കയറ്റം കിട്ടും. പെയിൻ്റ് അടിക്കുമ്പോൾ ഇതൊന്നും അറിയത്തില്ല, എല്ലാം ഒറ്റ കളറിൽ അങ്ങ് നിൽക്കും. നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളെ CPVC പൈപ്പ് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ ഈ കാണുന്ന ഇത്ര ദൂരം വരെ നമ്മൾ CPVC കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 2-2.5 ഇഞ്ചോളം ഉണ്ട് കയറ്റമുണ്ട്. നമ്മൾ താഴെ വാൽവിന് എത്ര വേണം? മതിയാ? ഇപ്പം നമ്മളിവിടെ ഓരോ ബാത്റൂമിനും ഓരോ വാൽവ് നമ്മളിടും. നമ്മൾ CPVC കാണുമ്പോൾ ഒരു 3 കയറ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ഭാവിയിൽ കട്ട് ചെയ്ത് നീക്കാനോ ലീക്കോ എന്തെങ്കിലും വന്നാൽ നമുക്ക് പണിയാൻ കണക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഈ കാണുമ്പോൾ എൽബോയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ലൈനിൻ്റെ വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ എല്ലാം നമ്മൾ ഡ്രിൽ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഒന്നും നമ്മൾ ആണിയെല്ലാം ഇവിടെയൊക്കെ അടിച്ചിട്ടുള്ളത്, എല്ലാം ഡ്രിൽ ചെയ്ത് ഫിഷൽ സ്ക്രൂ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തിവിടെ ചെയ്യാനുള്ളത്, ഇത് നമ്മൾ നേരത്തെ നമ്മൾ തട്ട പ്ലാസ്റ്റർ ചെയ്തപ്പോൾ കോൺക്രീറ്റിന് മുമ്പ് നമ്മൾ വെച്ചതാണ്. ഡ്രോപ്പ് വാട്ടർ എന്നും പറയും, നമ്മൾ സ്പൗട്ട് വാട്ടർ എന്നും പറയും. ഇതിൽ നമ്മൾ ഇനി ഒരു എൽബോ ആണ് ഒട്ടിക്കുന്നത്. നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഇവിടെ മുകളിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ താഴെ ചെയ്യാനുള്ളത്, നമുക്ക് താഴെ ഈ കാണുന്ന 3/4 ഇഞ്ചിലൊക്കെ വാൽവ് ഇടാനുണ്ട്. താഴെ ബാക്കി നമുക്ക് ക്ലിപ്പെല്ലാം ചെയ്യാനുണ്ട്. അതൊക്കെ എങ്ങനെ നോക്കാം. നമ്മളിവിടെ വാൽവ് പൊട്ടിക്കാൻ പോവുകയാണ്. നമുക്ക് സുപ്രീമിൻ്റെ പൈപ്പ് ഫിറ്റിങ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വാൽവ് സുപ്രീമാണ്.
അപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ വരുമ്പോൾ 4 ബാത്റൂമാണ് ഉള്ളത് ഇവിടെ. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ഗ്രൗണ്ടിലെ ബാത്റൂം, മറ്റേത് ഇത് ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഗ്രൗണ്ടിലെ ബാത്റൂം ഫസ്റ്റ് ഫ്ലോർ നമ്മളിവിടെ മേനോൾ വയ്ക്കും. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ എയറും കൂടെ ഇതിൽ കിട്ടും. അതുപോലെ മറു സൈഡ് 2 ബാത്റൂം താഴെ മുകളിലാണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മളിതേപോലെ എയർ ലൈൻ എല്ലാം ചെയ്യും. നമ്മളെ വാൽവ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാക്ക് ഭാഗം കുറച്ച് അടിക്കാനുണ്ടായിരുന്നു, നമ്മളെല്ലാം അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യുന്നത്. മറന്നു പോകും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാട്ടർ ലൈൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വാൽവെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വാട്ടർ ലൈൻ നമ്മൾ വാൽവാണ് ഒട്ടിക്കുന്നത്. അതെല്ലാം നമ്മൾ കൺസീൽ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രഷർ ടെസ്റ്റ് എല്ലാം ചെയ്തതാണ്. നമ്മൾ എൻ്റെ അപ്പോൾ ഒട്ടിച്ചാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ CPC PVC തമ്മിൽ ചൂടാക്കിയാണ് നമ്മൾ കയറ്റുന്നത്. നമ്മൾ ഈ കാണും പോലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഇതിലൊരു വാൽവ് ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ വാൽവ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിൽ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ നമ്മളങ്ങനെ ഇതിനും നമ്മൾ സ്ക്രൂ എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ സൈഡിലത്തെ നമ്മളെ വാട്ടർ ലൈനിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ ലൈന്, ഡ്രെയിനേജ്, വേസ്റ്റ് ലൈന് നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലിപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ നിന്ന് ഈ തറമട്ടം വരെ നമ്മൾ മൂന്നിടത്താണ് നമ്മൾ ഈ ക്ലിപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ക്ലിപ്പ് വെച്ചത് നല്ലൊരു ഹെവി ക്ലാമ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ലൈനൊക്കെ ഇറക്കാനുണ്ട്. ഇറക്കിയതിന് ശേഷമുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മളങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ലൈനിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വരുമ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡ്രെയിനേജ് ലൈനും ഇത് വേസ്റ്റ് ലൈനുമാണ്. നമ്മൾ ഈ കാണും പോലെ 2 ലൈൻ നമ്മൾ എയർ ലൈനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാട്ടർ ലൈനാണ്. അതിന് നമ്മൾ ഓരോ ബാത്റൂമിനും ഓരോ കൺട്രോൾ വാൽവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡ്രെയിനേജും ഇത് വേസ്റ്റുമാണ്. ഇനി ഇവിടെ ഒരു മാൻ ഹോളൊക്കെ ചെയ്താണ് നമ്മൾ തറപ്പണി ചെയ്യുന്നത്. ബാക്കി ലൈൻ ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മറു സൈഡ് വരുമ്പോൾ ഉള്ള ബാത്റൂം. ഇത് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറും ഇത് വരുന്നത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറുമാണ്. ഇത് നമ്മുടെ ഡ്രെയിനേജ് വേസ്റ്റ് ലൈനുമാണ്. നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ 2 നമ്മൾ എയറെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒരു മാൻ ഹോൾ കണക്ട് ചെയ്ത് ഈ ഡ്രെയിനേജ് കൂടെ കണക്റ്റ് ആവും. അപ്പോൾ ഈ ബാത്റൂമിൽ കൂടെ ഈ എയർ ലൈൻ കിട്ടും. ഇവിടെയാണ് അവർ സെപ്റ്റി ടാങ്കിൻ്റെ കോഴി എടുത്തിട്ടുള്ളത്. ആൾറെഡി ഇവിടെ ടാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈന് കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ ഒരു മാൻ ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ കുഴിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഡ്രെയിനേജും ഈ ഡ്രെയിനേജും കൂടെ വന്ന് ഇവിടെ ഒരു മാൻ ഹോൾ ഇടും. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ കുഴിയിൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ മുകളിലത്തെ ബാത്റൂമിനും നമ്മളെല്ലാം ഒരു കൺട്രോളിങ് വാൽവ് ചെയ്തിട്ടുണ്ട്. അകത്തെല്ലാം നമ്മൾ ചെയ്തത് CPC പൈപ്പാണ്. അതുപോലെ ഇതാണ് നമ്മൾ ടാങ്കിൻ്റെ വാട്ടർ ലൈനാണ്. നമ്മൾ മെയിനായിട്ട് ഇറങ്ങുന്ന ലൈന് നമ്മൾ ഡെലിവറി ലൈന് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ഇത് പമ്പ് ലൈനാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റോഡ് ലൈനാണ്. ഇത് വരുമ്പോൾ നമുക്ക് 2 വാൽവാണ് കേളേന്ദ്രയുടെ വാൽവ്. ഇത് സുപ്രീമാണ്. അതാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് മറു സൈഡ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ റെയിൻ വാട്ടറാണ്. ഇത് നമ്മുടെ ഈ ഓപ്പൺ ടെറസിൽ റെയിൻ വാട്ടറാണ്. ഈ കാണുന്നത് വാഷിംഗ് മെഷീൻ്റെ ലൈനാണ്. അപ്പോൾ മച്ചന്മാരെ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചത് നമ്മൾ ഓപ്പണായിട്ട് ലൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സൈറ്റിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.